ഫിൻലാൻഡിലെത്തിയിട്ട് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയും. ആദ്യം തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ട് DVV രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാണ് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ഓൺലൈൻ സൈറ്റ് വഴി നമ്മൾ ബുക്ക് ചെയ്തു. നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് ബുക്ക് ചെയ്തു. നമുക്ക് ഫാമിലി ആയിട്ടും രജിസ്റ്റർ ചെയ്യാം, ഇൻഡിവിജ്വലായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ ഇതിൽ. ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് അതിൽ ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു ഡേറ്റാണ് കിട്ടിയത് ഞങ്ങൾക്ക്. അതിന് വേണ്ടി ഞങ്ങൾക്കൊരു ഫ്രൈഡേ ഒക്കെയാണ് നമുക്ക് അതിനുള്ള ഡേറ്റ് കിട്ടിയത്. 2 പേർക്കും 2 സമയമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു 1 മണിക്കും ഹസ്ബൻഡിന് ഒരു 3 മണി സമയമൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു ഫ്രൈഡേക്കാണ് നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് കറക്റ്റ് സമയത്ത് തന്നെയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് കയറി. എന്നിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഒരുമിച്ച് കയറിക്കോളാൻ. അരമണിക്കൂറാണ് ഒരാൾക്കുള്ള ടൈം. അതിനുള്ളിൽ 2 പേരും തീർക്കാമെന്നുള്ളത് പറഞ്ഞു അവർ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി സംസാരിച്ചപ്പോൾ ഫാമിലി രജിസ്ട്രേഷൻ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഞങ്ങളിങ്ങനെ കപ്പിൾസ് ആണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫാമിലി രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ആ സമയത്ത് മാരേജ് സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റൽ ചെയ്തിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങളുടെ ഫിൻലാൻഡ് എംബസിയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. ഫിൻലാൻഡ് എംബസിയിലാണ് ഞങ്ങളുടെ ഫാമിലി മാരേജ് സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റൽ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. മാരേജ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഇല്ലാത്ത കാരണം അന്ന് ഞങ്ങൾക്ക് ഫാമിലി രജിസ്ട്രേഷൻ്റെ അത് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അവർ പറഞ്ഞു അത് നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിനൊരു ഫോമൊക്കെ അവർ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. DVVയിൽ പിന്നെ നമ്മുടെ അടുത്ത് വേറെ ഒന്നും ചോദിച്ചില്ല. ജസ്റ്റ് ആ വിസയുടെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ അഡ്രസ്സും ഡീറ്റെയിൽസും മാത്രമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. DVV രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് പോലീസ് വെരിഫിക്കേഷനാണ്. അതിനു മുമ്പ് നമുക്ക് ഫോട്ടോ എടുക്കണം. നമ്മളൊരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ എടുത്തു. എനിക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻ്റ് ആയ കാരണം എനിക്ക് ഫോട്ടോ എടുക്കാനായിട്ട് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടി. ഹസ്ബൻഡിന് ഡിസ്കൗണ്ട് ഒന്നും കിട്ടിയില്ല. ആ എമൗണ്ട് തന്നെ കൊടുത്ത് നമ്മൾ ഫോട്ടോ എടുത്തു. ആ സമയത്ത് അവർ ഒരു കോഡ് നമുക്ക് തരും. ആ കോഡും കൊണ്ടാണ് നമ്മൾ പോലീസ് വെരിഫിക്കേഷന് പോകേണ്ടത്. മൺഡേ ആണ് ഞങ്ങൾ പോലീസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പോയത്. പിന്നെ സാറ്റർഡേ സൺഡേ കാരണം ഞങ്ങൾ പോയില്ല. അപ്പോൾ മൺഡേ ആണ് ഞങ്ങൾ പോലീസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പോയത്. അവിടെ എത്തിയിട്ട് ആദ്യം തന്നെ നമ്മൾ ടോക്കൺ എടുത്ത് നമ്മുടെ അവിടെ വലിയ തിരക്ക് അന്ന് ഉണ്ടായിരുന്നില്ല, തിരക്കൊന്നും. അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ അവർ ടോക്കൺ നമ്പർ അനുസരിച്ച് ഓരോ റൂമിലേക്ക് നമ്മൾ പോയി. അവിടെ വെച്ചിട്ട് നമ്മുടെ അടുത്ത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് വിസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോൻ്റെ കോഡില്ലേ, ഞാൻ പറഞ്ഞില്ല, ആ കോഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മൊബൈൽ വഴി അപ്പം തന്നെ കിട്ടും. ആ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് ആ കോഡ് കാണിച്ചു കൊടുത്തു. പിന്നെ പിന്നെ ഫിംഗർ വെച്ചു. പിന്നെ നമ്മൾ സൈൻ ചെയ്യേണ്ട വന്നു. പിന്നെ ഇതിനൊക്കെ ഒരു ഫീ ആയിട്ട് നമ്മളൊരു 65 യൂറോ ഒരാൾക്ക് അവിടെ പേ ചെയ്തു നമ്മൾ. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്കൊരു മെസ്സേജ് വരും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ തന്നെ വന്ന് ഈ പോലീസ് സ്റ്റേഷൻ്റെ ഇതിൽ തന്നെ വന്നിട്ട് നമുക്ക് കളക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മെസ്സേജ് വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ടോക്കണൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. നമുക്ക് അപ്പം തന്നെ ഒരു 10-15 മിനിറ്റ്, അധികം ടൈമൊന്നും എടുത്തില്ല. അപ്പം തന്നെ നമുക്ക് അവർ കാർഡൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞങ്ങളിവിടെ യെസ് ബാങ്കിൻ്റെ ഇതാണ് ഞങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രിസ്മ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിലാണ് യെസ് ബാങ്കിൻ്റെ ഓഫീസ് വരുന്നത്. അവിടെ ചെന്ന് ഞങ്ങൾ ടോക്കണൊക്കെ എടുത്തു. ഞങ്ങൾ 2 പേർക്കും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അവർ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് 100 യൂറോയാണ് വരുന്നത്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു കപ്പിൾസ് ആയ കാരണം 100 യൂറോയ്ക്ക് നമുക്ക് 2 അക്കൗണ്ട് ഓപ്പൺ ആക്കാമെന്ന് പറഞ്ഞു. നമുക്ക് ഫസ്റ്റ് 100 യൂറോ കൊടുത്തിട്ട് ഓപ്പൺ ആക്കണമെന്നൊന്നുമില്ല. അതിനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ആദ്യം 20 യൂറോ നമ്മൾ പേ ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കുക. പിന്നെ ബാക്കി വരുന്ന എമൗണ്ട് അവർ നമ്മുടെ നിന്ന് പിടിക്കും. അങ്ങനത്തെ ഓപ്ഷനുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞു. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു ഒരു 2 വീക്സിനുള്ളിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കാർഡും വരും. പിന്നെ ഒരു കോഡുണ്ട്. ആ കോഡ് വെച്ചിട്ടാണ് നമുക്ക് മൊബൈൽ ബാങ്കിങ് ഒക്കെ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. അത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അത് എത്തുമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് അൺഎംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ ആണുള്ളത്. അത് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് പറയാം.